ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഇതെന്താ പാക്കിങ് തുടങ്ങിയോ? ബിസ്ക്കറ്റ്, വെള്ളം, പഴം. എൻ്റെ പൊന്നു സുഭാഷ് ഏട്ടാ, ബീച്ച് വരെ പോയിട്ട് വരുന്നതിനാണോ ഇത്രയും സാധനങ്ങൾ എടുക്കുന്നത്? ഇരിക്കട്ടെടാ. പിന്നെ ഇതൊന്നും അവിടെ കിട്ടത്തില്ലായിരിക്കുമല്ലോ. കിട്ടും, പക്ഷേ കാശ് കൊടുക്കണം. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇത് ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്? അതെല്ലാം ഞാൻ സമ്മതിച്ചു. എന്തിനാ ഈ ബെഡ്ഷീറ്റ്? അത് കടലിൽ ചെല്ലുമ്പോൾ നിധിക്ക് ആ മണലിൽ ഇരിക്കാൻ പറ്റുമോ? ഓ, നിധിക്കായിട്ടല്ലേ? എൻ്റെ പാട്ട് കേട്ടിട്ട് സുധീഷ് പറയുന്നു, അച്ഛൻ്റെ താളബോധം സുഭാഷ് ഏട്ടനാണ് കിട്ടിയത്, അച്ഛൻ്റെ വെള്ളവടി നിനക്കുവാ കിട്ടിയത്. എന്താ മോളെ, റെഡിയായോ? അച്ഛൻ വരുന്നില്ലയോ? അങ്ങാരൊന്നും വേണ്ട, അങ്ങാരെ കൂട്ടിക്കൊണ്ട് പോയി ശരിയാവത്തില്ല. അച്ഛനെയും കൂടെ കൂട്ടിയാൽ എന്താ കുഴപ്പം? അതൊന്നും ശരിയാവത്തില്ല. നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരാളെ മാത്രം എന്തിനാ ഒഴിവാക്കുന്നത്? അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വരാൻ പോകുന്നില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും മോളെ. ഇന്ന് ഈവനിങ് സന്തോഷിക്കാനാ പോകുന്നതെങ്കിൽ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും വള്ളി പിടിക്കാനാണെങ്കിൽ വേറെ ആളെ കിട്ടും. ബെസ്റ്റ് ചോയ്സ് വേറെയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല നികേഷേ. അങ്ങനെ കരുതി ഒഴിവാക്കുന്നതാണ് പ്രശ്നം. വീട്ടിൽ ഒരാളെ പോലെ അച്ഛനെയും കാണുന്നതെന്ന് അച്ഛന് തോന്നി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. എനിക്കങ്ങനെയാ തോന്നുന്നേ. ഒന്ന് വിളിച്ചു നോക്കാം. പുള്ളി വന്നില്ലെങ്കിൽ വേണ്ട. എന്നാൽ ഞാൻ വിളിക്കട്ടെ? എന്നാൽ മോള് പോയി വിളിക്ക്. അവൾ എന്ന് വിളിച്ചാൽ അങ്ങനെ എന്തായാലും ഉറപ്പായിട്ടും വരും. അങ്ങനെയൊന്നും വരൂല. എന്താ മോളെ, അകത്ത് ഞങ്ങളൊരു കാര്യം പറഞ്ഞത് അച്ഛൻ കേട്ടായിരുന്നോ? ഞാനെങ്ങനെ കേൾക്കാനാ? എങ്ങനെ കേൾക്കാനാ? അച്ഛൻ ഇവിടെ ഭയങ്കര പാട്ടല്ലയോ? അത് നല്ലതല്ലേ? എന്നെ കുറിച്ച് അകത്ത് കുറ്റം പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ലല്ലോ. ഓ, ആ തല്ലിപ്പൊളി പാട്ടിൻ്റെ രഹസ്യം അതാണല്ലേ? തല്ലിപ്പൊളി പാട്ടോ? അത് വേണ്ട കേട്ടോ. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ബീച്ചിൽ പോകുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ടോ? എന്നെ തന്നെയാണോ വിളിച്ചേ? അതെ, ലോറി ഡ്രൈവറായ ഭാസ്കരനെയോ? വലിയ ഡ്രാമ കളി വേണ്ടേ? വരുന്നുണ്ടെങ്കിൽ വായേ. എന്നെ വിളിക്കുന്ന കാര്യം അകത്തിരിക്കുന്ന ചേട്ടന്മാർക്ക് അറിയാമോ? നിങ്ങളോളം വലിയ ചേട്ടന്മാരകത്തില്ലല്ലോ. വരുന്നില്ലയോ? മോളെ, നീ എന്നെ ആദ്യമായിട്ട് വിളിച്ചതല്ലേ? എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഈ വീട്ടിലെ ഒരാളാണ് ആദ്യമായിട്ട് എന്നെ കൂടെ കൊണ്ടുപോകാൻ വിളിച്ചത്. അത് വരാതിരിക്കാൻ പറ്റുമോ? ഞാനിപ്പം വരുന്നു. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. എന്ത് സന്തോഷത്തിലാണ് പോകുന്നത്? ഒരാൾ വിളിച്ചാലല്ലേ വരുമോ ഇല്ലയോ എന്നറിയുന്നത്. പാവം. വളരെയധികം പാവം. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഈ കണിയുന്ന ഹരീഷിൻ്റെ കടയാണ്. ഹരീഷേട്ടൻ, ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. ഹരീഷേട്ടൻ വരുന്നുണ്ടോ? വേണ്ട, ഹരീഷേട്ടൻ ഒന്നാതെ കലിപ്പ്. അടിയുണ്ടാക്കാൻ ആൾ വരുന്നല്ലോ. എനിക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരാൾ വന്നിട്ട് നീ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലല്ലോ. നീ വഴക്കുണ്ടാക്കാൻ വന്നെങ്കിൽ ദയവ് ചെയ്തൊന്ന് പോവാൻ നോക്ക്. മനുഷ്യനാണെങ്കിൽ ഒന്നാതെ പിരി പൊട്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞാനും. എൻ്റെ വീട്ടിൽ എത്ര തല്ലിയെന്നറിയാമോ? അതെന്തിന്? അതൊന്നും നിനക്കറിയത്തില്ലയോ? നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ അടി മുഴുവൻ എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ എന്താ വേണം? ഈ തല്ല് മുഴുവൻ കിട്ടിയിട്ട് നീ ഇങ്ങനെയാണോ എന്നോട് ചോദിക്കുന്നത്? നിന്റെ വീട്ടിൽ പോയി നിന്റെ തന്തയും ചേട്ടനെയും തല്ല. നിനക്ക് മതിയോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? നിനക്ക് വേണ്ടി അടി മുഴുവൻ കൊണ്ടത് ഞാനാണ്. അതിന് നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിവരമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞത് കേട്ടാൽ നിങ്ങളേതോ കോടീശ്വരന്മാരാന്ന് തോന്നുന്നു. ഞങ്ങൾ അലവലാദികളാണെന്ന്. നിങ്ങൾക്ക് എന്തുണ്ടായിട്ടാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നത്? സ്വത്തും പണമൊന്നും അല്ല പ്രശ്നം. നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ്. ആ കഥ നിനക്കും അറിയാമല്ലോ. എന്നിട്ടാണോ നീ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നത്? എനിക്കത് പ്രശ്നമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അവരത് മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സിൽ അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ തോന്നി. എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. നാട്ടുകാരെന്തെങ്കിലും പറയുന്നതായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കാൻ വരികയാണോ വേണ്ടത്? അത് മാത്രമാണ് പ്രശ്നം. നീ എൻ്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലയോ? നിന്റെ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലേ? അത് നോക്കി ഞാൻ ഇരിക്കണോ? അല്ലയോ? നിന്റെ ചേട്ടൻ ചെയ്തത് നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ലേ? ഇങ്ങോട്ട് വന്ന് ബഹളം വെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ബഹളം വെച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പം? സുഭാഷ് ഏട്ടൻ മിണ്ടാതിരിക്കുമെന്ന് കരുതി ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കരുത്. നിനക്ക് വേണ്ടി ഒരടി മുഴുവൻ കൊണ്ടിട്ട് നീ ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞില്ലല്ലോ. നീ ആശ്വാസവാക്കിന് വന്നയാന്നോ? എനിക്കത് മനസ്സിലായില്ലല്ലോ. അയ്യോ, ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ വന്നതാണ്. അവരെന്നെ അഴിച്ചപ്പോൾ നിന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. നീ ഇങ്ങോട്ടാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ ഇങ്ങോട്ടാണ് സംസാരിക്കാൻ വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ പേര് എൻ്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാൻ നിന്നാൽ എൻ്റെ കൺട്രോൾ പോകും. ഞാനെങ്ങനെ പ്രതികരിക്കുന്ന പോലും എനിക്കറിയത്തില്ല. നിനക്കപ്പോൾ നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് വിചാരമുള്ള, എന്നെക്കുറിച്ച് വിചാരമില്ലല്ലയോ? എൻ്റെ വീട്ടുകാർ നിന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഒരു കാര്യം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എപ്പോഴും നിനക്ക് വീടെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അതെൻ്റെ വീടാണ്. എൻ്റെ വീട്ടുകാരാണ് ഏറ്റവും വലുത്, അല്ലാതെ നിൻ്റെ വീട്ടുകാരല്ല. ഈ ലോകം മുഴുവൻ എൻ്റെ വീട്ടുകാരെ തള്ളി പറഞ്ഞാലേ അത് എനിക്ക് സഹിക്കൂല. എന്നെ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൻ്റെ കണ്ണിൽ ആരുമല്ലേ? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നിൻ്റെ വീട്ടുകാരെ പോയി തല്ലണം അല്ലേ? നീ വാടി. നീ വരുന്നില്ലയോടി? നിന്നോട് ഇതൊക്കെ പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. നീയും എൻ്റെ ചേട്ടനും ഒരേപോലെയാണ്. ആ മരത്തലേനെ വെച്ച് എന്നെ ഉപമിച്ച് കഴിഞ്ഞാൽ നിൻ്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഇതോടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ആയിക്കോട്ടെ, നീ ഒന്ന് ഇറങ്ങി പോവാൻ നോക്ക്. നീയും ഞാനും സെറ്റാവത്തില്ല. നമുക്ക് ബ്രേക്കപ്പ് ആവാം. ആയിക്കോട്ടെ, എന്ത് വേണേലും ചെയ്യേ. പിന്നെ കാണിക്കുന്നത് അവർ കടൽ തീരത്ത് വരുന്ന അച്ഛൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പം പോയിട്ട് വരാമെന്ന് പറയുന്നു. സുഭാഷ് ഏട്ടാ, നമുക്ക് കടലിൽ ഇറങ്ങിയാലോ? മോക്ക് നീന്തൽ അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ പിന്നെ എങ്ങനെയാ? ഞാൻ തിര വരുന്നിടത്ത് അടുത്തോട്ട് പോകത്തില്ല എന്നേ ഉള്ളൂ. സുധീഷ്, നീയും കൂടെ ചെല്ല്. എന്നാൽ ഞാനും വരുന്നുണ്ട്. നീ എന്തിനാടാ തെണ്ടി ഞങ്ങളുടെ കൂടെ വരുന്നേ?
സുഭാഷ് ചേട്ടൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. എൻ്റെ വാച്ച് എന്നാ പിടിച്ചോ. സൂക്ഷിച്ചു പോണേ, തിര വരുന്നത് നോക്കിക്കോണേ. പിന്നെ സ്ഥിരയിൽ അവർ കളിക്കുന്നതാണ് കാണിക്കുന്നത്. സുഭാഷ് ചേട്ടൻ വാ, സുഭാഷ് ചേട്ടാ, ഞാൻ വരുന്നില്ല, വാ സുഭാഷ് ചേട്ടാ വാ. എന്നാൽ ഞാൻ വന്നോളാം, പൊക്കോ. ഇവർ കുറച്ച് നേരം കൂടെ തിരയെ കളിക്കുന്നു. എടാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, അവർ കുറച്ച് നേരം കൂടെ ആസ്വദിക്കട്ടെ. നിധി, ഞങ്ങൾ ഇപ്പം വരാം. നിങ്ങൾ എവിടെ പോകുന്നു? ഇവന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു കൊടുത്തിട്ട് വരട്ടെ. എനിക്കൂടെ കൊണ്ടുവരണേ. സുഭാഷ് ചേട്ടന് ബുദ്ധിയുണ്ട്, എന്നെ നിധി ഒരുമിച്ചാക്കാനല്ലയോ. കൊച്ചു കള്ളൻ. നിധി, ഇവിടെ തിര കൂടുതലാണ്, നമുക്ക് അങ്ങോട്ട് നടക്കാം. അച്ഛാ, ഇവിടെ ഇരുന്ന് പൊതുസ്ഥലത്തിരുന്ന് വീടി വലിക്കാതെ അങ്ങോട്ട് മാറി ഇന്ന് വീടി വലിക്കുക. സുധീഷിൻ്റെ നിധിയുടെ അടുത്തേക്ക് അച്ഛൻ വരുന്നു. മോളെ, നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? മോളെ, തിര വരുമ്പോഴത്തേനും നമ്മൾ നേരെ നിൽക്കരുത്, കാലകത്തി ചരിഞ്ഞ് വേണം നിൽക്കാൻ. ഇങ്ങാർക്ക് വരാൻ കണ്ട സമയം, അല്ലെങ്കിൽ തിര വരുമ്പോഴത്തേക്ക് കാലിലെ മണ്ണ് ഒലിച്ചു പോകും. അപ്പോഴത്തേനെ ബാലൻസ് തെറ്റി വീഴാൻ പോകും. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറ്റിയ സമയം. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കടത്തീരം ഗുജറാത്തിലെ ബാണ്ടി ബീച്ചാണ്. പിന്നെ ചെന്നൈയിലെ മറിയം ബീച്ചും. മുംബൈയിലെ ചുഹോള ബീച്ചോ? അത് വല്ല ഗുഹോള ബീച്ച് മാത്രമാണ്. ഈ കിളവൻ്റെ തമാശ കേട്ടപ്പോഴത്തേന് നിധി ചിരിക്കുന്നല്ലോ. തമാശ പറയാൻ പറ്റിയ സമയം. സുഭാഷ് ചേട്ടാ, അതാ നോക്കിയ അവരെ ഒറ്റയ്ക്ക് വിടാൻ നമ്മൾ നോക്കിയിട്ട് താണ്ട് അങ്ങാരെ പോയി ഇങ്ങ് കൂട്ടിയിട്ട് വാ. ഞാൻ ദാ ഇപ്പം വരുന്നേ. അച്ഛ, ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം പറയടാ? വാ അച്ഛ, ഒരു കാര്യം പറയട്ടെ. അച്ഛൻ വന്ന് ഇവിടെ ഇരിക്കുക. എന്നെ എന്തിനാടാ ഇവിടെ ഇരിക്കുന്നത്? അവർ ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. പിന്നെ അവരുടെ ഇടയിൽ പോയി ഇരിക്കുന്നത് എന്തിനാ? വീട്ടിൽ പോലും അവർ ഒറ്റയ്ക്ക് സംസാരിക്കാറില്ല. പിന്നെയല്ലേ ഇവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നത്. നിന്നോടാരെ ഇവിടെ വന്ന് അവർ സംസാരിക്കുമെന്ന് പറഞ്ഞേ? നീ ഒന്ന് പോടാ, തന്തയ്ക്ക് ഉപദേശം തരാൻ നിൽക്കുന്നു. നിധി, നമുക്ക് ഇവിടെ ഇരുന്നാലോ? അവരെല്ലാം അവിടെ അല്ലേ, നമുക്ക് തിരിച്ചു പോകണ്ടേ? മണലിൽ നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ഷീണം. 10 മിനിറ്റ് ഇരുന്നാലോ? എന്നാൽ ഓക്കെ. നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ സുധീഷ് ഫോൺ എടുത്ത് നോക്കുന്നു. ദേ, നമ്മുടെ ഇൻ്റർവ്യൂ. അതേ, മനസ്സിലായില്ലയോ? നമ്മളന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് വന്ന് നീലക്കുറിഞ്ഞി ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ. അതെയോ? 1 മില്യൺ അടിച്ചിട്ടുണ്ടല്ലോ, കുറേ കമൻ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ. ബെസ്റ്റ് കപ്പിൾ, ഭാര്യ ഭർത്താവ് ഇങ്ങനെ വേണം, സുധീഷാണ് സൂപ്പർ, ഭാര്യയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും അറിയാം. എന്താ നിധി ചിരിക്കുന്നേ? ഈ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഇതൊന്നും ശരിയല്ലെന്ന്, നമ്മുടെ ഇടയിൽ ഒന്നുമില്ലെന്ന്. എന്നെ കാണിക്കുന്ന അച്ഛനെയാണ്. മിണ്ടിക്കൂടാ, എവിടെയും പൊയ്ക്കൂടാ, വീട്ടിൽ പട്ടിയെ പോലെയാണ്. ഇവിടെ അത് തന്നെയാണല്ലോ, കാത്തിരിക്കണമല്ലോ. ഇവിടെ അടുത്ത് ബാറൊന്നുമില്ല, അതുകൊണ്ട് കുപ്പി വേണോ? 200 രൂപ തന്നു കഴിഞ്ഞാൽ കുപ്പി തരാം. 150 രൂപയുള്ളൂ, കുപ്പി വേണം. എന്നാ കുപ്പി. എന്നിട്ട് കുപ്പി അത് പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴേ സന്തോഷമാണ് മുഖ്യം. അപ്പോഴത്തേന് പോലീസ് വന്ന് അച്ഛൻ്റെ തോളെ തട്ടുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.